ഹലോ, വെൽക്കം ടു മൈ ചാനൽ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടണം ഇന്നൊരു ട്രിപ്പാണ്. അതെ, ഇന്നൊരു ട്രിപ്പ് മോഡാണ് കേട്ടോ. സൺഡേ ആയതാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കണം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കൂടെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട്. 7 മണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ പോലെയാണ്. 8 മണിക്ക് ഞങ്ങൾ ഇറങ്ങണേ. അത് കഴിഞ്ഞിട്ട് ഓല കാണില്ല. ഞങ്ങളവിടെ കുറച്ച് നേരം ഓല വെയിറ്റ് ചെയ്യണം. ഞാൻ വാച്ചിനോട് ഒരു ബ്രേസ്ലെറ്റ് പെയർ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെയുണ്ട്. ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാത്തോലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇക്കണ്ട നേരമൊക്കെ ഇനി അവിടെ നിന്നിട്ട് ഓലെ കാണാമല്ലോ കേട്ടോ. ഞങ്ങൾ പിന്നെയും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന്. അൽനാസാണ് ആ കാണുന്നത് കേട്ടോ. പത്തനാപുരത്താണ് ഞങ്ങളല്ല വെയിറ്റ് ചെയ്യണേ. കുറേ നേരം നിന്നപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ ഓല എത്തി. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പത്തനാപുരത്ത് നിന്ന് നേരെ ഇറങ്ങി ഓല കാണിച്ചു തരാം കേട്ടോ. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ആരെയെന്ന് കണ്ടേ. പോവും, അതാ പോയി കണ്ടോ. ഇത്ര നേരം ഓല ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നിട്ട് ഓല ഞങ്ങളെക്കാൾ മുന്നിൽ സ്പീഡിലായിട്ട് പോവുക. അങ്ങനെ പോകാൻ പറ്റൂലേ? ആ കണ്ണ് 2 മഹനീയ വ്യക്തികളാണ് ഞങ്ങൾ ഇത്രയും നേരം കാത്തു നിന്നത്. ചക്കര എൻ്റെ ഇടയിൽ വെയിറ്റ് ചെയ്ത് കുഴങ്ങി ഉറങ്ങിക്കണം. ഞങ്ങൾ പിന്നെയും ഇങ്ങനെ പോയോണ്ടിരിക്കാം. ഇതിപ്പോൾ ഏകദേശം അടിവാരെത്താനായെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് കണ്ട. അവിടെ 2 മലകളൊക്കെ കാണണേ. അടിവാരെത്താനായിക്കണം. നല്ല രസമല്ല ആകാശമൊക്കെ കാണാൻ. അത് കണ്ടപ്പോൾ ഞാൻ എടുത്താട്ടെ വീഡിയോ. ഇപ്പം അടിവാരാണെന്ന് തോന്നുന്നുണ്ട്. അടിവാരം തന്നെ ഇത്. അവിടെ എത്തിക്കണം. അങ്ങനെ അടിവാരവും കഴിഞ്ഞ് ചുരം എത്താനായിക്കണേ തോന്നുന്നുണ്ട് കേട്ടോ. ചുരം കയറി തുടങ്ങി. ഇവിടെ എത്തിയിട്ട് വേണം കാടമുണ്ടിയും ചായയും കുടിച്ചാൽ രച്ച് കുത്തിറക്കാണ്. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ എത്തിയിട്ട് അത് കുടിച്ചാൽ പോയാലേ ഒരു സമാധാനം ഉണ്ടാവില്ല. ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ ചുരം കയറി അവിടെ നിന്ന് ചായയും കാടമുട്ട തിന്നാനായിട്ട് തന്നെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു വൈബാണ്, രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ആദ്യം കണ്ട കടയ്ക്കണി കയറിട്ടോ. അവിടെ കാടമുട്ടയുണ്ട്, പഴംപൊരി ഉണ്ട്, പിന്നെ കുറേ ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടൊന്നും പിന്നെ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചില്ല. കാരണം ട്രിപ്പ് പോണേലുള്ളൂ. ഞങ്ങൾക്ക് വാങ്ങിച്ചതിന് വയറെങ്ങാനും കേടായാലേ പിന്നെ ട്രിപ്പിൻ്റെ കഥ അതോ ഗതിയാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയി വരുമ്പോൾ തിന്നാന്നില്ല പ്ലാനിങ്ങില്ല. അപ്പോൾ വാങ്ങിച്ചില്ല. കാടമുട്ടയും ചായ വാങ്ങിച്ചു. ഒരു പ്ലേറ്റ് കാടമുട്ട മതിയായിരുന്നു. ഞാൻ പറഞ്ഞു 3 എണ്ണം വേണമെന്ന്. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തിന്നാൻ വേണ്ടി നോക്കുമ്പോഴത്തേന് സാധനം കഴിഞ്ഞു. 3 എണ്ണം വേണ്ട, 1 മതിയെന്ന് പറഞ്ഞോളേ. അവിടെ തിന്ന് തീർത്തേക്കാം. പിന്നെ ഒരു മിഠായി വാങ്ങി. എന്താ ജോഗറോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് വന്നിട്ട്. പിന്നെ ചായ കൂടി കഴിഞ്ഞ് അവിടെ ഞങ്ങൾ ഇറങ്ങി. നല്ല ട്രാഫിക് ഉണ്ട്. ഒരുപാട് ബ്ലോക്കൊന്നും ഇല്ല. എന്നാലും ചെറുവിടുന്ന് വാങ്ങി അവിടെ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ കിട്ടിയ ഫാനാണ് കേട്ടോ. ഈ ഫാന് അവൻ കറക്കി ഇറക്കി പോകുന്നു. കണ്ണതാണ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി അറിയാത്തുണ്ടോ? അറിയാത്തുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ കാണാൻ നോക്കിയുള്ളൂ. കൂടുതൽ പറയാനും വീഡിയോ അത്ര ലെങ്തിയല്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. കണ്ടോ നിൽക്കണല്ലേ കുറേ കുരങ്ങന്മാരുണ്ട്. നമ്മളവിടെയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നൂര് കടന്നു. ഇത് കണ്ടപ്പോൾ വിചാരിച്ച് ഇപ്പം കണ്ട ഗേറ്റ് കണ്ടില്ലേ? അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വയനാട്ടിലേക്ക് ഇങ്ങോട്ട് എത്തണുള്ളൂ എന്ന്. എന്നൂരെത്തി. എൻ്റെ വിചാരം ചുരം കയറിയാൽ തന്നെ വയനാട് എത്തിയെന്ന്. അതെല്ലാം ഇപ്പം മനസ്സിലായി. അറിയാത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കട്ടോ. എന്നൂരെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് ബൈക്ക് അലൗഡ് അല്ല എന്ന്. ഇവിടെ ചീപ്പ് ട്രക്കിംഗ് ആണ്. വെറുതെയാണ് ബൈക്കൊക്കെ കൊണ്ടുപോയി വെച്ചൊരു കുഴപ്പമില്ല. വെറുതെ ഒരാൾക്ക് 80 റുപ്യ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നുണ്ടാക്കി കൂട്ടണമൊക്കെ. ബൈക്കൊക്കെ ഇവിടെ നിർത്തി പാർക്ക് ചെയ്ത് സെറ്റാക്കി ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ജീപ്പ് മേലൊക്കെ പോയത് തിരിച്ച് വന്നിട്ട് വേണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിണല്ലോ. ഞങ്ങൾ 4 കുട്ടികൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഒരു 150 മീറ്ററോ 200 മീറ്ററൊക്കെ ഉള്ളിലേക്ക് പോകാണ്ടായിരുന്നു. പിന്നെ നടക്കണേക്കാൾ ദൂരം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ജീപ്പിന് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മൾ ജീപ്പ്, കാരണം പോയ ജീപ്പ് തിരിച്ച് വന്നിട്ട് വേണമല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്തുള്ള കളികളാണെന്ന് കേട്ടോ. കുട്ടികളെക്കാട്ടി ഇവിടെ കളികൾ വലിയ എടുത്താണ്. ഫാനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കറക്കി കളിച്ചാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി റാഫിയാക്കിയാണെന്ന് തോന്നണില്ല നിങ്ങൾക്ക്? അങ്ങനെ കാത്തുനിന്ന് ജീപ്പ് എത്തിയിട്ടോ.
ജീപ്പെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ മാത്രം കൊണ്ടുപോയി വെക്കുമെന്ന്. ഒരു ഉറുമ്പ് പോലും കയറാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ജീപ്പിൽ കഴിയുന്നിടത്തോളം ആൾക്കാരെ കുത്തി കയറ്റിയിട്ടോ ഒരു മേലക്ക് വിടുക. ചക്കരക്ക് പുറത്തൊക്കെ ചാടണം, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഇവിടെ മേലെത്തി. എന്നൂരേ ഞങ്ങളിവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങളെടുത്ത ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞങ്ങളുള്ളിലേക്ക് കയറി. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുന്ന് പിന്നെ 100-200 മീറ്ററൊക്കെ മേലൊക്കെ നടക്കാണ്ട് എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാ. ഞങ്ങൾ ആദ്യമായിട്ട് പോയിന്. ജിനു മുമ്പ് പോയിനെന്ന് തോന്നുന്നുണ്ട്, കോളേജിൽ നിന്ന് ഏറ്റവും പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളതിൽ ഇതിലൊക്കെ കയറാൻ വെച്ച് ഇതിലൊക്കെ കയറി. ചക്കരക്ക് അതിൻ്റെ ഇടയിൽ തീ കൂടെ നടക്കണം, ഒരു പേടിയില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നിട്ട് അടിക്ക് നോക്കി നിൽക്കുക, അങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടി. പിന്നെ ഓരോരുത്തർ ഓരോ വഴി കൂടെ അങ്ങനെ കയറി നടന്ന് എങ്ങനെയെങ്കിലും മേലെത്തിയാന്ന് മതിയെന്നായിനി. കുറച്ചിട്ട് കയറിയപ്പോൾ ഏകദേശം എല്ലാവരും കുഴങ്ങിക്കണം കേട്ടോ. വെയിലുണ്ട്, പക്ഷേ വെയിലിനത്ര ചൂടില്ല താഴെ കേട്ടോ. മേലെ കയറുമ്പോൾ അവിടെ വെയിൽ ചൂടുണ്ട്, ഇവിടെയൊക്കെ പിന്നെ തണുപ്പാണ്. വെയിലുണ്ടെങ്കിലും വെയിലിൻ്റെ ചൂട് നമ്മൾ അറിയണില്ല. പിന്നെ അവിടെ കിടന്ന ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ മേലേക്ക് കയറണേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മേലോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരു കോക്കോ സ്പോട്ട് ഉണ്ടായിനി. അപ്പോൾ അവിടെ നിന്ന് ഇളനീരൊക്കെ വാങ്ങിച്ച് വെള്ളം കുടിച്ച്. ഇത് വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഇത്ര തോനെ വെള്ളം ഉണ്ടെന്നില്ല ഞങ്ങൾ വിചാരിച്ചില്ലേനി. പിന്നെ വെള്ളം കുടിച്ച് ഞങ്ങൾ വെട്ടിച്ച് അതിൻ്റെ കാമ്പൊക്കെ തിന്ന് അവിടുന്ന് പിന്നെയും കയറി. എനിക്ക് കഫക്കെട്ട് ഇപ്പം മാറിയിട്ടുള്ളൂ കേട്ടോ. അതിന് ഇടയ്ക്കിടയ്ക്ക് ചുമ വരണേ. പിന്നെ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാളുകളാണ്. ഓരോന്നിലും എന്താ നമുക്ക് നോക്കാം. ഇത് ഫുള്ള് മൺചട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇതിൽ പിന്നെ കുറേ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെയാണ് സംഭവം. മരത്തിൻ്റെ പിന്നെ ഒരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് നല്ല ബുക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ട ബുക്കൊക്കെ ഉണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നണേ. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ബുക്കൊന്നും അതിന് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ലീല മജ്നു നിസാമി എഴുതിയ, അതെനിക്കിഷ്ടമായി. പക്ഷേ നല്ല വിലയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചു. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്ര റേറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അടുത്ത സ്റ്റാളും ഇതൊക്കെ തന്നെയാണ്. ഒരു വുഡ് ക്രാഫ്റ്റ്, അത് മരം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം. അതിലെന്തോ ഗോത്രവർഗ്ഗക്കാരെ നൃത്തമാണ്, എല്ലാവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കണം. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹോട്ടലും തേടി ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോഴാണ് അബു സലീമിൻ്റെ 98 ഇവിടെ വയനാട് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങി. ഗൂഗിൾ മാപ്പിൽ ചിഹ്നം നോക്കിയപ്പോൾ 1/2 മണിക്കൂർ കാണിച്ചു. ഞങ്ങൾ 1/2 മണിക്കൂറോ നല്ലിട്ട് പോയിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടും എത്തണില്ല. അബു സലീമിനെ കൈ കെട്ടിനെങ്കിലേ ഒന്നുമില്ല, വെറുതെ ചോദിച്ചേനി എന്തിനാ ഈ കണ്ട സ്ഥലം കണ്ടിട്ട് ആ അറ്റത്ത് കൊണ്ടുപോയി വെച്ചതെന്ന്. വിശന്നിട്ട് കുടൽ കരിഞ്ഞ് മണം വരെ പുറത്ത് കയറിയിട്ട് അബു സലീമിൻ്റെ ഹോട്ടൽ മാത്രം കാണില്ല. അവസാനം കണ്ടുപിടിച്ച് ഞങ്ങൾ കയറി. അബു സലീമിൻ്റെ തറവാടായിരുന്നു കേട്ടത്. ഫുൾ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല, എന്നാലും അറിഞ്ഞ വെച്ച് പറയാട്ടോ. തറവാടായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ അത് വെച്ച് ബാക്കി പോർഷനൊക്കെ പോലെ പിന്നെ വേറെ മോഡിഫൈ ചെയ്തുണ്ടാക്കിയാണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം എല്ലാ സിനിമാ നടന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഒക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഞങ്ങളുള്ളിലേക്ക് കയറി. ഇതൊക്കെ ഇവിടുത്തെ മെനു ലിസ്റ്റാണ്. ബിരിയാണിയാണ് ഇവിടെ ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വാഷ് ചെയ്ത് ഗ്ലാസ്സിൽ ഞാൻ ഇന്നെ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വാഷിങ് കഴിഞ്ഞു. പിന്നെ അവിടെ നോക്കിയപ്പോൾ സീറ്റൊക്കെ ഏകദേശം ഫുള്ള് തന്നെ. പിന്നെ ഒരു സീറ്റ് കഴിയാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ നിന്നാ സീറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്നു. ചക്കര ഉറങ്ങിയിന് കേട്ടോ. അപ്പോഴേക്ക് നല്ല ക്ഷീണമാണ്, അവന് പനിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ചട്ടിച്ചോറ് ഓർഡർ ചെയ്ത്. ഞങ്ങൾ 4 ആളും ചട്ടിച്ചോറ് തന്നെയാണ് ഓർഡർ ചെയ്ത് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര സ്പൈസി ആണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് അത് പാകമായിരിക്കും. എനിക്ക് ഭയങ്കര എരിവാണ്, ചെറിയ എരിവ് പോലെ എനിക്കത്ര പറ്റൂല.
ഇങ്ങനെ കഴിച്ചിട്ടും തീരണില്ല. ചോറ് ആദ്യം വിചാരിച്ച് കുറച്ചുള്ളതെന്ന് വെച്ചാൽ പക്ഷേ ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റിയിൽ ചോറിന് തരുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് ചോറ് കുറച്ചുള്ളൂ, ബാക്കി കൂട്ടാനുകളൊക്കെ കുറേ കൂടുതലുണ്ടെന്നൊക്കെ തോന്നും. അതിൻ്റെ കൂടെ പിന്നെ രസം, ഒരു മോര്, പായസമൊക്കെ ഉണ്ട്. പായസം അടിപൊളിയാണ് കേട്ടോ. അവസാനം ഫിനിഷ് ചെയ്തു. ഫുള്ള് ഞാൻ തിന്ന് തീർത്ത് ഗൈസ്. എരിഞ്ഞ് വെച്ചാൽ പണ്ടാരടങ്ങി. കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും കേട്ടോ ഇപ്പോഴുള്ള ഈ വീഡിയോസിന്. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്ക് എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞ് അത് ഓഫായിന് കേട്ടോ. പിന്നെ അബ്ബൻ്റെ ഫോണിലാണ് ഞങ്ങൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കോട്ടുതടാകത്തേക്കാട്ട് വന്ന് നല്ല ടിക്കറ്റ് എടുക്കാൻ നിൽക്കണേ. ഇതേ ഇരിക്കണോണ്ണി, നോക്കണ്ടേ ഇത് നീ തന്നെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. വല്ലാതെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അവിടെ. തിരക്ക് കുറവാണ് പൊതുവേ. അല്ലെങ്കിൽ എപ്പോഴും നല്ല തിരക്ക് കാണലുണ്ട്, എന്നാലും ആൾക്കാരുണ്ട്, അത് കുറവാണ്. പിന്നെ ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരു പറ്റിയ സ്ഥലം നോക്കി അവിടെ ഇരുന്ന്. ചക്കരക്ക് കുരങ്ങന്മാരൊരു പേടിയില്ല കേട്ടോ. ഓരോടത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ ഒരു കുരങ്ങൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചാണ്. കുരങ്ങനിങ്ങനെ വിളിച്ചൊക്കെയാണ് അവൻ്റെ അടുത്തേക്ക്. പിന്നെ കുറേ ആൾക്കാർ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്. 5 മണിയൊക്കെയാണ് ഞങ്ങൾ ഇതിനുള്ളിൽ കയറിപ്പോയി കേട്ടോ. ബോർഡിങ് ടൈം ക്ലോസ് ആയിക്കണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. ഞങ്ങളിവിടെ ഇരുന്നു. ചക്കരക്ക് കുരങ്ങന്മാരെ കണ്ടിട്ട് ഓലെടുത്തേക്ക് അങ്ങോട്ട് പോകണം. താഴെ വെച്ച് നോക്കുമ്പോൾ ഓലെടുത്തേക്ക് അങ്ങോട്ട് ഓടുക. പിന്നെ ഞങ്ങൾ നടന്ന് മേലെ കയറി കുട്ടികളെ പാർക്കിൻ്റെ അവിടെ പോയപ്പോൾ പാർക്കിലൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അവിടെയൊക്കെ ആയിട്ട് കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു. ഈ വീഡിയോയ്ക്ക് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ വോയിസൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഊഞ്ഞാലുണ്ടതിൽ കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് റാഫിയൊക്കെ അമ്പയും കൂടെ അവിടെ നിന്നോലെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആട്ടി കളിപ്പിച്ച് കൊടുത്തു. പിന്നെ അവിടെ ഞാനൊരു സെക്കൻഡ് സ്റ്റഡ് വാങ്ങിയല്ലോ ചേർക്കണ്ട ഫാൻസിയിലൊന്ന് കയറി നോക്കി. അവിടെ ചെന്നപ്പോൾ ആരും കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നേ. പിന്നെ ഞങ്ങൾ കുറേ നേരമൊന്നും പിന്നെ അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകല്ലേ വെച്ചിട്ട് അങ്ങനെ തിരിച്ചിറങ്ങി. ഇതൊക്കെ അവിടെ കാണുന്നു. തിരിച്ചിറങ്ങി പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങോട്ട് പോകുമ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയില്ല. പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു മുളക് ബജി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചൊരു സ്റ്റാൾ കയറി. അവിടെ നിന്ന് ഒരു റെഡ് സാൻഡൽവുഡിൻ്റെ പൗഡറും ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ രാവിലെ ചായ കുടിച്ച അതേ സ്പോട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ വേറൊരു കടയിൽ കയറിയിട്ട് കേട്ടോ. ഞങ്ങൾ എന്താ ഇപ്പോൾ പൊറാട്ടയും ബീഫും കുത്തിയതോ ചിക്കിയതോ എന്തോ പറഞ്ഞു. പിന്നെ ഒരു കപ്പ ബിരിയാണി ചായയൊക്കെ കുടിച്ചു. അവിടെ കുറച്ച് നേരം നിന്ന് അവിടുന്ന് സാവധാനമായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നല്ല ബ്ലോക്കാരെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ചെയ്യുന്നു കേട്ടോ. ഒരു അടി വെച്ച് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ ഒരു ആംബുലൻസ് പോയതിൻ്റെ ബാക്കിൽ നേരെ അങ്ങ് പിടിച്ച് അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ ബ്ലോക്കിൽ പെടാതെ രക്ഷപ്പെട്ടു കേട്ടോ. പക്ഷേ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബ്ലോക്ക്. കാരണം രാത്രി ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല രസം. വീഡിയോയിൽ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് രസമില്ല കേട്ടോ. നേരിട്ടുള്ള വ്യൂവിൽ ആ രസം വീഡിയോയിലില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. താങ്ക് യു.